ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു ക്രാഫ്റ്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും എന്താണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ പശ എടുത്തിട്ട് ഇങ്ങനെ പശ എടുത്തിട്ട് കണ്ടോ, ഇതെടുത്തിട്ട് ഒന്നിൻ്റെ ബാക്കിൽ ഇവിടെ അങ്ങനെ ആക്കണം. കണ്ടോ, കൊച്ചാക്കിയാൽ മതി. ഇനി നമ്മൾക്ക് വേറെ ഒന്ന് എടുത്തിട്ട് ബാക്കിലാക്കിയതിൻ്റെ ഇവിടെ അങ്ങനെ ഒട്ടിക്കണം. കണ്ടോ, ഇങ്ങനെ ഒട്ടിക്കണം. അപ്പം ഇങ്ങനെ കണ്ടോ. ഇനി പിന്നെയും അതിൻ്റെയും ബാക്കിൽ ഇനി പശ ഒട്ടിക്കണം, പശ ആക്കണം. നമ്മളിതാ കുറച്ച് പശ അങ്ങനെ ആക്കി എന്നിട്ട് നമ്മൾ ഇതിക്കൊട്ടു പിന്നെ എടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചു, ഇങ്ങനെ ഒട്ടിച്ചു. പിന്നെ പശ എടുത്തു. എന്നിട്ട് പശ പിന്നെയും വേറെ ഒന്നെടുത്ത് പിന്നെ പശ എടുത്തു. അപ്പം ഇങ്ങനെ പശ തേച്ചു, ഇങ്ങനെ തേച്ചു. എന്നിട്ട് പിന്നെ എടുത്തു അതിൻ്റെ ബാക്കിലായി വെച്ചു. വെച്ചിട്ട് പിന്നെയും പശ എടുത്ത് ഇങ്ങനെ ഒട്ടിച്ചു. പശ എടുത്ത് അപ്പോൾ പിന്നെ ഒട്ടിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇതാ എല്ലാതും ഫിനിഷായി. ഇനി നമുക്ക് ചട്ട വേണം, ചട്ട വെക്കണ്ടേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതിങ്ങനെ ഈ ബുക്ക് ഇങ്ങനെ മടക്കണം. കണ്ടോ, ബുക്ക് ഇങ്ങനെ മടക്കണം. എന്നിട്ട് പശ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ തേച്ചെടുക്കണം. അങ്ങനെ തേച്ചെടുക്കണം. കുറേ ഒന്നും തേക്കണ്ട, നടുവിൽ കുറച്ച് തേച്ചാൽ മതി. അങ്ങനെ തേക്കണം. നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് വേറൊരു പേപ്പർ എടുത്തിട്ട് ഇതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഇനി ചട്ട ഉണ്ടാക്കാനൊരു പേജ് എടുത്തു. എന്നിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഈ കത്രിക എടുത്തിട്ട് ഈ പേജിൻ്റെ ഇവിടെ അങ്ങനെ ഈ പേപ്പറിൻ്റെ ഇവിടെ അങ്ങനെ കണ്ടോ, ഇങ്ങനെ കട്ട് ചെയ്തു. ഇനി നമ്മൾ നല്ല രീതിക്കൊന്ന് ഷേപ്പാക്കി ഇനി ഇത് നമ്മൾ ഇതേ വലിപ്പത്തിലാക്കി.
ഒട്ടിക്കൊടുത്തു. അപ്പം നമ്മൾ ഇതേ വലുപ്പത്തിലായി. ഇനി നമുക്ക് ഇത് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചിട്ട് അടുത്ത ഭാഗം എടുത്തിട്ടോ അവിടെ പശ തേച്ചുകൊണ്ടോ. പശ ഏകദേശമൊക്കെ തേച്ചു. ഇനി നമ്മൾ കത്രിക എടുത്തിട്ട് നമ്മൾ നേരത്തെ വെട്ടിനില്ലേ ആ പേജ് തന്നെ എടുത്താൽ മതി. ആ പേജ് പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് അതേ സൈസിൽ കട്ട് ചെയ്തു. നമ്മൾ ഒട്ടിച്ചു. ഇനി നമ്മളെ മറ്റേ ഭാഗമല്ലേ, മറ്റേ ഭാഗം എടുത്തിട്ട് നമുക്ക് വേണ്ട ഡിസൈൻസ് ചെയ്യാം. അപ്പോൾ ഞാൻ അതാ ഇവിടെ ഈ പർപ്പിൾ കളർ എടുത്തു. എന്നിട്ട് ഇവിടെ അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സാധനമാക്കി കൊടുക്കുകയാണ്. നമ്മൾ ബ്രൗൺ കളർ എടുത്തു. ഇനി നമുക്ക് ഇവിടെ ഇങ്ങനെ 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 ഐസ്ക്രീമാണ്. ഇങ്ങനെ ഇങ്ങനെ നമ്മളെ ഐസ്ക്രീമിൻ്റെ കോണ് കളർ എടുക്കണം. ഐസ്ക്രീമിൻ്റെ കോണ് കളർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഡിസൈൻ ചെയ്യാം കേട്ടോ. ഞാൻ ഇവിടെ ഈ ഐസ്ക്രീമിൻ്റെയാണ് ഒരു മുൻഭാഗത്ത് ചെയ്യണത്. മുൻഭാഗത്തല്ല, ബാക്ക് ഭാഗത്ത് ഐസ്ക്രീമിൻ്റെ ബാക്ക് ഭാഗത്ത് ഈ ഒരു ഐസ്ക്രീമിൻ്റെ അരി ഐസ്ക്രീമാക്കി കൊടുത്തു കേട്ടോ. എന്നിട്ട് നമ്മൾ മുൻഭാഗത്ത് നമ്മൾ റെയിൻബോ ആണ് കൊടുക്കുന്നത്. ഇപ്പോൾ റെഡ് കളർ എടുത്തു. എന്നിട്ട് ഇവിടെ ഇങ്ങനെ റെഡ് കളർ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കുകയാണ്. റെഡ് കളർ എടുത്തിട്ട് ഇങ്ങനെ ആക്കി. ഇനി അടുത്ത ഓറഞ്ച് കളർ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ആക്കി. എന്നിട്ട് യെല്ലോ കളർ എടുത്തിട്ട് ഇങ്ങനെ അടിച്ചു. എന്നിട്ട് ഇങ്ങനെ കളർ എടുത്തു. നിങ്ങൾക്ക് വേണ്ട മാതിരത്തെ ഡിസൈൻസ് കൊടുക്കട്ടോ. ഞാൻ അങ്ങനെയൊക്കെ കൊടുക്കുന്നത്. യെല്ലോ എടുത്തു, പിന്നെ ചെയ്തു, ഗ്രീൻ എടുത്തു, ഇങ്ങനെ വെച്ചു. എന്നിട്ട് നല്ല രീതിക്ക് കളർ എടുത്തു. ഇനി ബ്ലൂ എടുത്തു. എന്നിട്ട് ബ്ലൂ എടുത്തു. അപ്പം അതാ കഴിഞ്ഞിട്ടില്ല റിസൾട്ട് കാണിച്ചു കേട്ടോ. ഫൈനൽ റിസൾട്ടാണ് ഇത്.